ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു കരിക്ക് ഐസ്ക്രീമായിട്ടാണ് വന്നിരിക്കുന്നത്. കരിക്ക് ഇഷ്ടമില്ലാത്ത ആരും തന്നെ ഉണ്ടാവാൻ സാധ്യതയില്ല. ഈ ഐസ്ക്രീമും അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെൻ്റെ ഫേവറേറ്റ് ഐസ്ക്രീം തന്നെയാണ്. ഞാൻ പല ഐസ്ക്രീം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഐസ്ക്രീം ഇതാണ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇത് ഇഷ്ടപ്പെടും. കരിക്കും ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഞാൻ പറയുന്ന ഇൻഗ്രീഡിയൻസ് കറക്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ഐസ്ക്രീം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീം തന്നെയാണിത്. അപ്പോൾ ഇതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വീഡിയോയുടെ അടിയിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. തികച്ചും ഫ്രീ ആണ് സബ്സ്ക്രൈബ് ചെയ്യൽ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നമുക്ക് പരിചയപ്പെടാം. അതിനായിട്ട് 1 കപ്പ് വിപ്പിംഗ് ക്രീം നമുക്ക് ആവശ്യമാണ്. 1 കപ്പ് എന്ന് വെച്ചാൽ 250 ml ആണ്. ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തേക്കുന്നതാണ്. അടുത്തത് കണ്ടൻസ്ഡ് മിൽക്ക് 400 ഗ്രാമിൻ്റെ ഒരു ടിന്നാണ്. അതിൽ പകുതി ഞാൻ എടുത്തിട്ടുണ്ട്, 200 ഗ്രാം. പിന്നെ ഒരു 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയും ആവശ്യമാണ്. നിങ്ങൾക്ക് മധുരം വളരെ കുറച്ച് മതിയെങ്കിൽ ഇത് നിങ്ങൾക്ക് കുറയ്ക്കാവുന്നതാണ്. ഇത് ഏകദേശം ഒരു മീഡിയം മധുരമാണ് ഇതിൽ ഞാൻ ചെയ്യുന്നുള്ളൂ. പിന്നെ ഒരു 3/4 കപ്പ് തേങ്ങയുടെ 1/4 പാൽ, ഒരു 3 മുറിയുടെ കരിക്ക് കാമ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. കരിക്കിൻ്റെ കാമ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് കരിക്കും വെള്ളം എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 400 ml ഉണ്ടാവും. ഏകദേശം ഒരു കരിക്കിൻ്റെ വെള്ളം ഉണ്ടാവും. ഇനി ഒരു മുറി കരിക്കിൻ്റെ ഞാൻ ഇവിടെ ചെറിയ പീസുകളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കതിലിട്ട് കൊടുക്കാനാണ്. നിങ്ങൾ എടുക്കുന്ന കരിക്കിന് നല്ല കാമ്പുണ്ടോയെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. നല്ല കാമ്പുള്ള കരിക്കാണെങ്കിൽ ഒരു 2 മതി. ഞാൻ ഇവിടെ 2 കരിക്ക് ഫുള്ളായിട്ട് എടുത്തേക്കുന്നത്. കാമ്പ് കുറവാണെങ്കിൽ നിങ്ങൾ കൂടുതൽ കരിക്ക് എടുക്കാൻ ശ്രമിക്കുക. ഇനി നമുക്കതിലേക്ക് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യാം. ഞാൻ നന്നായിട്ട് തണുപ്പിച്ച വിപ്പിംഗ് ക്രീമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ആദ്യം ലോ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം സ്പീഡ് കൂട്ടി കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഹൈ സ്പീഡിലിട്ട് ഇത് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ വിപ്പായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കരിക്കിൻ്റെ കാമ്പ് ഒന്ന് അടിച്ചെടുക്കാം. അതിനായിട്ട് ഒരു മിക്സഡ് ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 മുറി കരിക്കിൻ്റെ കാമ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മുറി ഞാൻ ഇവിടെ പീസുകളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കരിക്കിൻ്റെ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്ക് അടിച്ചെടുക്കാം. ഇനി നമുക്ക് വിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രീമിലേക്ക് പഞ്ചസാര പൊടിച്ചത് ഒരു 1/2 കപ്പാണ്. നമുക്കത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇൻഗ്രീഡിയൻസിൻ്റെ കറക്റ്റ് അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. ഇനി നമുക്കതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വളരെ കുറച്ച് മധുരം ആവശ്യമുള്ളവർക്ക് കണ്ടൻസ്ഡ് മിൽക്ക് കുറയ്ക്കാവുന്നതാണ്. അതുപോലെ തന്നെ പൊടിച്ച പഞ്ചസാരയിലും അളവ് കുറയ്ക്കാവുന്നതാണ്. ഇതൊരു മീഡിയം മധുരമാണ് ഞാൻ ഈ കറക്റ്റ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സായി വരുമ്പോൾ നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന കരിക്കിൻ്റെ കാമ്പിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അടുത്ത് നമുക്ക് ബാലൻസ് ഇരിക്കുന്ന തേങ്ങ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അടുത്തത് തേങ്ങാപ്പാൽ 3/4 കപ്പ് തേങ്ങാപ്പാലും ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ നിർബന്ധമായ ഇൻഗ്രീഡിയൻ്റ് ആണ്. നല്ല ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് ഈ തേങ്ങാപ്പാലും കൂടി ചേർക്കുമ്പോഴാണ്. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ തേങ്ങാപ്പാൽ ചേർക്കാൻ നിങ്ങൾ ശ്രമിക്കുക. നല്ല ടേസ്റ്റ് കിട്ടും തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ടെങ്കിൽ. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന കരിക്കിൻ്റെ കാമ്പും ചേർത്ത് കൊടുക്കാം. അത് നിങ്ങൾക്കിപ്പോൾ ചേർക്കണമെന്നില്ല. കാരണം നിങ്ങൾക്കത് ഒരു 3/4 ഭാഗം സെറ്റായതിന് ശേഷം മുകളിൽ നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് മുകളിൽ വിതറി കൊടുക്കുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഞാൻ ഇപ്പോഴേ അങ്ങ് ചേർക്കുകയാണ്. നിങ്ങളപ്പോൾ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കാം. ഇനി നമുക്കതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റാം. ഇത് നന്നായിട്ടൊന്ന് കുലുക്കി കൊടുക്കാം, എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് ക്രിസ്റ്റൽസ് ഫോം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് കവർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് നമുക്കൊരു 6 മുതൽ ഒരു 12 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഞാനൊരു 12 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് നേരം പുറത്ത് വെക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് നമുക്ക് സ്കൂപ്പ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഞാൻ ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാടെയാണ് ഇത് സ്കൂപ്പ് ചെയ്തെടുക്കുന്നത്.
അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ കരിക്ക് ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ പറഞ്ഞല്ലോ റോഡരികിലൊക്കെ തന്നെ ഇപ്പോൾ എപ്പോഴും കരിക്കൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആണെങ്കിലും സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. വലിയവർക്കും ഇത് നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമൻസും സംശയങ്ങളും എന്താണെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വീഡിയോയുടെ അടിയിൽ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി ഇതുപോലുള്ള നല്ല വീഡിയോസുകളുമായി വരുന്നത് വരെ ഓക്കെ ബൈ, താങ്ക്